ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 9. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. വിവർത്തനം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണ ഭഗവാൻ തൻ്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി. ശ്ലോകം 10. അനേകവക്ത്ര നയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. ശ്ലോകം 11. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. വിവർത്തനം. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അദ്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലംകൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരിക്കുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരിക്കുന്നു. അദ്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. ഭാവാർത്ഥം. ഈ ശ്ലോകങ്ങളിൽ അനേകം എന്ന് പലതവണ പ്രയോഗിച്ചിട്ടുള്ളത് അർജുനൻ കണ്ട കൈകൾ, കണ്ണുകൾ, മുഖങ്ങൾ, പാദങ്ങൾ മുതലായവയ്ക്ക് എണ്ണമില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രപഞ്ചത്തിലെങ്ങുമായി ചിതറിക്കിടക്കുകയാണ് ഈ ആവിഷ്കാരങ്ങൾ. പക്ഷേ കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ അതെല്ലാം ഒരേ സമയം കാണാൻ അർജുനന് സാധിച്ചു. കൃഷ്ണന്റെ മഹാപ്രഭാവമാണ് ഇതിനു കാരണം. ശ്ലോകം 12. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാ യദി ബാഹ് സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. വിവർത്തനം. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിൻ്റെ പ്രഭാപൂരം. ഭാവാർത്ഥം. വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അർജുനൻ കണ്ട ആ ദൃശ്യം. ധൃതരാഷ്ട്ര രാജാവിന് അതിൻ്റെ മാനസിക ചിത്രീകരണം നൽകാൻ യത്നിക്കുകയാണ് സഞ്ജയൻ. സഞ്ജയനോ ധൃതരാഷ്ട്രനോ ആ സമയത്ത് രണാങ്കണത്തിലായിരുന്നില്ല. എങ്കിലും അവിടെ നടക്കുന്നതെല്ലാം വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയന് കാണാൻ കഴിഞ്ഞു. ഊഹിക്കാവുന്ന ഒരു പ്രതിഭാസത്തോട് 1000 സൂര്യന്മാരുടെ ഒരുമിച്ചുള്ള ഉദയത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം അക്കാര്യം നിർവഹിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.